ഇപ്പോൾ തന്നെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, മൂന്നാർ, ദ ക്വീൻ ഓഫ് ഹിൽസ്. ഈ ചൂടത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റേക്കേഷൻ സ്പോട്ട് നമ്മുടെ കേരളത്തിൽ മൂന്നാർ തന്നെയല്ലേ. മൂന്നാറിലെ സെറീനായിട്ടുള്ളൊരു സ്റ്റേക്ക് ഒരു പുതിയൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താം. വെൽക്കം ടു ദ വാലി. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മൂന്നാറിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതും ഇത്രയും അടിപൊളിയൊരു വ്യൂ ആയിട്ട്. The valley is like a holiday home, beautifully built amidst the tea plantations with an amazing view. The property organizes various activities like nature walk, baking classes, cycling through the hill and many more. വാലി റിസോർട്ടിൽ നമ്മൾ ആക്ടിവിറ്റിക്ക് വന്നേക്കുവാണ്, വിച്ച് ഇസ് ഒരു കുക്കി ബേക്കിംഗ് സെഷൻ. നമ്മൾ അടിക്കാൻ പോകുന്നത് ബട്ടർ കുക്കീസ് ആണ്. ബട്ടർ കുക്കീസ് ആണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. കുക്കീസിന് ആവശ്യമുള്ളതൊക്കെ സോൾട്ട് ബട്ടർ 525 ഗ്രാം, ഐസ് ഷുഗർ 187 ഗ്രാം, എഗ് വൈറ്റ് 4 എഗ് വൈറ്റ്, പിന്നെ മൈദ 587 ഗ്രാം. ഓക്കെ, സ്റ്റാർട്ട്. ബൗൾ സെറ്റ് ചെയ്തു. മാം തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുത്തു മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ബട്ടർ വേണം. ഫുള്ള് ഇതിലേക്കല്ലേ? അതെ. മോന് ചെയ്യണോ? ചെയ്യാം. നമ്മളിവിടെ കുക്കി ബേക്കിംഗ് സെഷനില് ഇവിടുത്തെ പേസ്ട്രി ഷെഫ് സന്തോഷ് കൂടിയാണ്. ചെറിയ ഹാൻഡ് ബീറ്റർ ആണ്. ഒരു 250 ഗ്രാം വരെയാണ് ഇതിനകത്ത് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കൂടുതൽ ഇത് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് കാണാം. ഇതിൽ എത്ര കിലോ ആയിട്ട് ചെയ്യാൻ പറ്റും? അതില് 5 കിലോ, 10 കിലോ, 25 കിലോ, അങ്ങനെ 25 കിലോ വരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ബീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഐസ് ഷുഗർ ഇട്ടുകൊണ്ട് ഫസ്റ്റ് സ്ലോയില് ഒരു ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക്. ഞാൻ ബീറ്റർ എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമാണ് ഇവിടെ ബീറ്റർ ഉള്ളൂ. ഇതെല്ലാം ഡോ മേക്കിംഗ് മെഷീൻ ആണ്. ഞാൻ തെറ്റിച്ച് പറഞ്ഞതിന് ഷെഫ് എന്നെ വഴക്ക് പറഞ്ഞു. ഓൾറെഡി ഇതിനകത്ത് ബട്ടർ ഇട്ടു, പിന്നെ നമ്മള് ഐസിങ് ഷുഗർ ഇട്ടു, പിന്നെ മുട്ടയുടെ വെള്ളം ഒഴിച്ചായിരുന്നു. ഇപ്പൊ മൈദ ഇടുവാണ്. ഒറ്റടിക്ക് പഠിക്കണം, ഫുള്ള് പുറത്ത് വരും. മുഖമൊക്കെ വെളുത്തിരിക്കും. ഫേസ് ഫുള്ള് മൈദ.
റെഡി ആയിട്ടുണ്ട് കുക്കീസിന്റെ. ഇനി നമ്മളത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കുക്കി ആക്കി എടുക്കും അല്ലേ കണ്ണാ? നമ്മളിവിടെ ബേക്ക് ചെയ്യുന്ന കുക്കി തന്നെ നമുക്ക് ചായ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും ബേക്കായി കിട്ടും. നമുക്ക് അത് കഴിക്കാൻ പറ്റും. ഇവിടെ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് സ്വന്തം പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് പിന്നിൽ ചെയ്ത വികാരം തന്നെ പൂ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് എളുപ്പത്തിലാണ് പേരെടുക്കൊണ്ടിരിക്കുന്നത്. ഇത് 160 ടെമ്പറേച്ചർ എപ്പോഴും. പിന്നെ നമ്മള് ടൈം ഫസ്റ്റ് 10 മിനിറ്റ് ഇടുക, ദെൻ ചെക്ക് ചെയ്തിട്ട് കുക്കീസ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ടൈം ആഡ് ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്മളൊരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് എപ്പോഴും കുറച്ച് ടൈം ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വീണ്ടും അല്ലെങ്കിൽ ഈ സോ ഇതാണ് ഇവിടുത്തെ സ്പാ ഏരിയ. ഇത് സ്പായുടെ റിസപ്ഷൻ ആണ്. ആൻഡ് ഇവിടെ ഒരു ഡോക്ടർ ഓൺ കോൾ ഉണ്ട്. ഡോക്ടറിന്റെ റൂം ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺസൾട്ട് ദ ഡോക്ടർ ദെയർ. ആൻഡ് സ്പാ ആണ്. A perfect way to boost your immune system and improve your vitality. They have a series of well-designed Ayurveda and wellness program from 3 days to 21 days suitable to make your preventive health care programs into a most perfectible way. Their wellness experts and doctors will guide you in selecting suitable program based on your days of availability, health status and lifestyle. They have a gym here. You can even engage in leisure and joy with their indoor games. They have 3 category rooms here: Valley Prime, Valley Lux and Valley Romanza. This is Valley Prime, which is a garden view room. മൂന്ന് കാറ്റഗറി റൂംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ഇത് സെക്കൻഡ് കാറ്റഗറി ആണ് നമ്മുടെ ഈ ഒരു
ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റൂം. ആൻഡ് ഇവിടെ നമുക്ക് കണ്ടോ വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ള റൂംസ് ആണ്. ഇത് നമുക്കൊരു ടേബിൾ ആക്കാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ ഒരു മിനി ബാറുണ്ട് കണ്ടോ. അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കോംപ്ലിമെന്റ്സ് ആയിട്ട് നമ്മുടെ റൂമിൽ നമ്മൾ സിമിലർ ആയിട്ട് കണ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് ഈ വെച്ചിരിക്കുന്നതൊക്കെ ചാർജബിൾ ആണ്. ആൻഡ് the view, just wow. എല്ലാ റൂമിൽ നിന്നുള്ള വ്യൂ, നമ്മുടെ ആ ഫസ്റ്റ് കാറ്റഗറി റൂം ഒഴിച്ച് ബാക്കി ഏത് റൂം നമ്മൾ എടുത്താലും ഈ ഒരു വ്യൂ നമുക്ക് കിട്ടും. ആ ഒരു കാറ്റഗറി റൂമിന് മാത്രം ഗാർഡൻ വ്യൂ ആയിരിക്കും വരുന്നത്. And now let's go for the tea tasting session. You can select a graceful wide package spread along the western coast of India and in our size ecological market. ഇവിടെ ലെറ്റേഴ്സൊക്കെ കുറച്ച് ഉറങ്ങി ഒന്ന് പോയി. പക്ഷെ എന്നാലും സംഭവം നല്ല ടേസ്റ്റി, നല്ല എണ്ണയായിട്ടുണ്ട്. രാത്രി എല്ലാ ഗസ്റ്റിനും വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പ് ഫയറിൻ്റെ സൈഡിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ ചാട്ടിൻ്റെ ഒരു ചെറിയ കൗണ്ടറും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പാനിപൂരി നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതവർ ചെയ്തു തരും. ആൻഡ് രാത്രിയിൽ ആ ലൈറ്റ്സ് ഒക്കെ ഇട്ടുള്ള മൂന്നാറിൻ്റെ വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. And it's dinner time. It was not buffet. We can order what we like and they'll make it for you. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇവിടുത്തെ സൺറൈസ് മിസ് ചെയ്യരുത്. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു 6:40 മുതൽ 7 വരെ നമുക്ക് പക്ക നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. In the morning we can have a rejuvenating hiking adventure amidst the dazzling landscapes of Munnar. നമ്മൾ രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ഹിൽ സ്റ്റേഷനിൽ വന്നാൽ മിക്കയിടത്തും മോർണിംഗ് വാക്ക് പ്രൊവൈഡ് ചെയ്യും. ഏതെങ്കിലും ഒരു കുന്ന് കയറുന്ന തൊട്ടടുത്തുള്ള കുറേ പേരുണ്ട്. ഇന്ന് എൻ്റെ ബാക്കിൽ പോകുന്നുണ്ട്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് വൈ ഷുഡ് ഐ മിസ് ആൻ ഈസ്തെറ്റിക് റൂം ടൂർ, റൈറ്റ്? സോ ഇറ്റ്സ് ടൈം. സോ ഇതാണ് നമ്മുടെ റൂം. കണ്ടോ, വിശാലമായ ഒരു റൂമാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു കൗണ്ടർ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക്. ആൻഡ് ഇത് ജാക്കുസി ഉള്ള റൂമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ടൊരു ഗ്രേപ്പ് വൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഇത് യൂഷ്വലി എല്ലായിടത്തും ഉള്ളതാണ്, നമുക്കറിയാം. പിന്നെ ഇതൊക്കെ ചാർജബിൾ ആയിട്ട് വരുന്ന സംഭവം. 2 ബോട്ടിൽസ്, ഐസ്. ആൻഡ് ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഫ്രിഡ്ജിന്റെ അകത്തും ഇത്ര ഐറ്റംസ് നമുക്ക് കാണാം. ഫ്ലാഷ് ആണ് ഇവിടെ. ഇത്രയും ഡ്രോസ് ഉണ്ട് കേട്ടോ, നമുക്ക് സാധനങ്ങൾ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോറേജിനുള്ള സ്പേസ് ആണ്. ആൻഡ് അത്രയും ഒരു വലിയ റൂമാണ് ഇവിടുത്തെ. ഇതിന്റെ ഒരു ചാർജ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25K അത്രയാണ് പെർ നൈറ്റ്. പക്ഷെ അതിന് വേർത്താണ്. കണ്ടോ, ഇവിടെ നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എഴുതാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്.
ആൻഡ് ലൈറ്റിംഗ് ഭയങ്കര നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ലിവിംഗ് സ്പേസ് പോലുള്ള ഏരിയ ഉണ്ട്. നമുക്കിവിടെ TV കാണാം കേട്ടോ. ഇതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്, മോൺസ്റ്റർ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ നമ്മുടെ ബാത്റൂം ഏരിയ, ഇതും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ലോണ്ടറി ബാഗ്സ്, അയൺ ബോക്സ്, അതുപോലെ ലോക്കർ ഉണ്ട്, അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിള്, പിന്നെ 2 ഷെൽഫൊക്കെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം, സ്ലൈഡിംഗ് ഡോർ ആണ്. ഇവിടെ നമുക്ക് തുറക്കാം. ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാനും 2 ബാത്റൂം ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും നല്ലൊരു റൂം ടൂർ വൃത്തിയായിട്ടൊക്കെ കാണിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു സാരി ഒക്കെ സ്റ്റൈൽ ചെയ്ത് തന്നെ കേട്ടോ. ഇവിടെ കണ്ടോ വെയിങ് മെഷീൻ ഒക്കെ നമുക്ക് ഇവരോട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ എന്താ പറയാ അച്ഛനാണ് പല്ല് തെറ്റിയും മേക്കപ്പ് ഇടാനൊക്കെ ഉള്ള സ്പേസ്, ഹാൻഡ് വാഷ് ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാട്ടോ, ഞാൻ കാണിച്ചു തരാം. ആൻഡ് ബാത്റൂം ഇവിടത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. കോസി ആയിട്ടുള്ള നമ്മുടെ ബെഡ്റൂം ആണ്. എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, പിള്ളേരൊന്നും തൊടാണ്ട്. കാരണം നമുക്ക് ഇത്ര വൃത്തിയായിട്ട് അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ബെഡ്റൂം ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ബാക്കി അകത്തേക്ക് കയറിയോളൂ. ആൻഡ് ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും സർപ്രൈസ്. ഓക്കെ, ഞാൻ തുറക്കാം. നമുക്ക് ഈ ഒരു വ്യൂ ആണ് ഈ ഹോട്ടലിന്റെ മൊത്തം എന്താ പറയാ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ ബെഡ്റൂമിലും നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഒഴിച്ചിട്ടുള്ള ബാക്കി സെക്കൻഡ് തേർഡ് എല്ലാ കാറ്റഗറി റൂംസിനും ഈ ഒരു വ്യൂ അവൈലബിൾ ആണ് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടു, അയ്യോ ഒരു രക്ഷയിലാവുന്നില്ല. വർഷത്തിൽ ഒരു തവണയെങ്കിലും മൂന്നാർ വരിക എന്ന് പറഞ്ഞാൽ അതൊരു റിച്വലായി മാറിയേക്കുവാണ്. കാരണം എത്ര തവണ വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് ഞങ്ങളെ സംബന്ധിച്ച് മൂന്നാർ. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും മൂന്നാറിലെ ഒരു അടിപൊളി റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളും ഇവിടെ വരിക, ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, ചില്ല് ചെയ്യുക.